കളരിപ്പയറ്റ് നേരത്തെ തന്നെ ദേശീയ ഗെയിംസിൽ ഒഴിവാക്കിയതിനെതിരെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര ഒളിമ്പിക് അസോസിയേഷനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കൂടിയാണ് സംസ്ഥാന കായിക വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതായത് ഇക്കാര്യത്തിൽ തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടിരുന്നു കളരിപ്പയറ്റ് ഉൾപ്പെടുത്തണം. സ്വാഭാവികമായിട്ട് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ പ്രകടനത്തിനുൾപ്പെടെ അത് ബാധിച്ചിരുന്നു. ഇപ്പോൾ ഈ കത്തിലൂടെ എന്ത് തീരുമാനമാണ് അറിയിച്ചിട്ടുള്ളത്? എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ കൊല്ലം നടന്ന ദേശീയ ഗെയിംസിൽ കളരിയെ ഉൾപ്പെടുത്തിയിരുന്നു. ഏകദേശം 19ഓളം മെഡലുകൾ കേരളത്തിന് ലഭിച്ചു. അതിൽ എല്ലാ സ്വർണ്ണ മെഡലുകളും ലഭിച്ച് കേരളത്തിലാണ്. പക്ഷേ ഇത്തവണ ഒളിമ്പിക് അസോസിയേഷൻ കളരിയെ ദേശീയ ഗെയിംസിൽ നിന്ന് ഒഴിവാക്കി. ദേശീയ ഗെയിംസിൽ നിന്ന് കളരിയെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര കായിക വകുപ്പ് മന്ത്രിക്ക് നമ്മൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കാര്യത്തിൽ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രാലയം ഇടപെട്ടിട്ടില്ല, പൂർണ്ണമായും അത് ഒളിമ്പിക് അസോസിയേഷൻ അവരാണ് അത് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയ്ക്കും അടക്കമുള്ള ആളുകൾക്കാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും വളർന്നു വന്ന ഒരു കായിക താരം എന്നുള്ള നിലയിലാണ് അവർ ഈ ഉന്നത പദവിയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ ചതിയായിപ്പോയി എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ജനിച്ചു വളരുകയും കേരളത്തിലെ കായിക മേഖലയിൽ നിന്ന് വളർന്ന് വലുതായി കേരളത്തിലെ ജനങ്ങളുടെ പ്രോത്സാഹനവും സർക്കാരിൻ്റെ എല്ലാ സൗകര്യവും ഉപയോഗിച്ചുകൊണ്ടാണ് PT ഉഷ കായിക താരമായത്. അത് മറക്കാൻ പാടില്ല. അപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ളൊരു ആയോധന കലയെ കഴിഞ്ഞ തവണ നമ്മൾ വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ മനഃപൂർവ്വം ഇത്തവണ അതിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായത്. ഇത് ഉൾപ്പെടുത്താൻ ഒരു തരത്തിലുള്ള ഇടപെടലും കേന്ദ്ര ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ PT ഉഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവരാണ് ചെയ്തത്. ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രിയുടെ കത്ത് തന്നെ സൂചിപ്പിക്കുന്നത് എന്താ? അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കളരിപ്പയറ്റിനെ ദേശീയ ഗെയിംസിൽ നിന്നും ഒഴിവാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഒളിമ്പിക് അസോസിയേഷനാണെന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവരാണ് അത് ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഈ കത്ത് വായിച്ചത് തെളിവല്ലേ? അപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ അത് മാറുമോ? എന്തുകൊണ്ടായിരിക്കാം കേരളത്തിന് ഇത്രയധികം പ്രകടനം നടത്താൻ സാധിക്കുന്ന ഒരു ഇനം ഒഴിവാക്കാൻ അവർ മനഃപൂർവ്വമായൊരു ഇടപെടൽ നടത്താനുള്ളൊരു കാരണം എന്തായിരിക്കും? അത് അവരോട് തന്നെ ചോദിക്കണം. കാരണം അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്നുള്ള ആ സംവിധാനത്തിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞത് കായിക രംഗത്ത് വളരെ മോശം പ്രകടനമാണ് കേരളമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് മുൻകൂട്ടി കണക്കുകൂട്ടുകൊണ്ടാണ്. കാരണം 19ഓളം സ്വർണ്ണ മെഡലുകൾ വരേണ്ട ഒരു ഇനമാണ് കളരി. അപ്പോൾ അത് ഒഴിവാക്കി മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷേ ഇത് ശരിയായൊരു രീതിയല്ല. സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ച് കേരളീയരായുള്ള ആളുകളൊക്കെ തന്നെ അവർ തന്നെ ഇതിനെ പാരവെക്കുന്ന ഒരു നടപടി ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെയും ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റും സമാനമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിന് ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു. അല്ല, അദ്ദേഹത്തെ പോലെ ആളുകൾക്ക് മറുപടി കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിനത്രേ ഉള്ളൂ. ഈ ഇനം ഇനി ദേശീയ ഗെയിംസ് പോലെയുള്ള മത്സരങ്ങളിൽ ഉൾപ്പെടുത്താൻ ഇനി എന്താണ് സംസ്ഥാന കായിക വകുപ്പ് ഉദ്ദേശിക്കുന്നത്? നിയമ നടപടി, നിയമ പോരാട്ടം അങ്ങനെ എന്തെങ്കിലും കിടക്കും? അല്ല, ഇതിൽ ചെയ്യാനുള്ളത് ഇനി കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ഇന്ത്യയിലെ എല്ലാ സ്പോർട്സ് മന്ത്രിമാരുടെയും മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ നമ്മൾ ഉന്നയിക്കും കാര്യങ്ങൾ. പ്രാദേശികമായി ഇത്തരത്തിലുള്ള ആയോധന കലകളെ, കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇത് തനതായിട്ടുള്ള ഇന്ത്യയുടെ തന്നെ ഒരു ഇനമാണല്ലോ ഇത്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അത് ഇത്തരം മത്സരങ്ങൾ വരേണ്ടതുമൊക്കെ തന്നെ പൊതു ആവശ്യമാണല്ലോ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ആവശ്യം മാത്രമല്ല. അപ്പോൾ അതിനുള്ള സഹായങ്ങൾ ഉണ്ടാവണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു പുതിയ കേന്ദ്ര സ്പോർട്സ് പോളിസി വരുമ്പോൾ ഇതിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാവും. ഈ
PT ഉഷ കേന്ദ്ര ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയതിനു ശേഷം കേരളത്തിൻ്റെ കായിക വികസനത്തിനനുസരിച്ചുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലേ? മറ്റേത് കായിക മേഖലയിലെ വിഷയമാണെങ്കിലും നമുക്ക് PT ഉഷയെ പോലൊരാൾ ജനിച്ചു വളർന്ന് വന്ന നാടിനെ അവർ മറക്കുക, അതാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കമാൻഡ്. എൻ്റെ ഒരു കമാൻഡ് അത് മാത്രമേ ഉള്ളൂ. അത് എല്ലാം നേടിയെടുത്ത ശേഷം സ്വന്തം നാടിനെ മറക്കുക അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം ഏകദേശം അത് തന്നെ ആകാനാണ് സാധ്യത.